ബേസിൽ നാളെയെങ്കിലും തേങ്ങ ഉടക്കുമോ? ബേസിൽ ഇപ്പോൾ നാളെ 11 മണിയോടെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പല ചാനലുകളിലും എഴുതി കാണിക്കുന്നുണ്ട്. വിഷ്ണുനാഥ് പറഞ്ഞാണ് 24 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന്. അതുപോലെ തന്നെയാണ് KC വേണുഗോപാലും പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ബേസിൽ താമസിച്ചെത്തിയത് ഇനി ഈ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കാൻ വല്ലതും പോയതുകൊണ്ടാണോ ബേസിൽ? വളരെ നല്ല ചോദ്യം. എന്തായാലും ഞങ്ങളിത് നാളെയെങ്കിലും തേങ്ങ ഉടക്കുമോ എന്നാണ് ആങ്കർ ചോദിച്ചത്. നാളെയെങ്കിലും തേങ്ങ ഉടക്കുമോ? ഞാനൊരു കാര്യം പറയാം. അതായത് ജനാധിപത്യപരമായിട്ട് വളരെ ക്ലിയറായി പറഞ്ഞു, ഞങ്ങളൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കാണിച്ചോ അല്ലെങ്കിൽ ഇന്നയാൾ മുഖ്യമന്ത്രിയാകും ഇന്നയാൾ CM ആവും എന്ന് പറഞ്ഞുകൊണ്ടല്ല ഐക്യജനാധിപത്യ മുന്നണി UDF ഇലക്ഷൻ ഫേസ് ചെയ്ത്. UDF ഫേസ് ചെയ്ത് ടീം UDF എന്ന ഒരൊറ്റ മോട്ടീവിൻ്റെ പുറത്താണ് ഈ പറയുന്ന ഇലക്ഷനെ ഞങ്ങൾ ഫേസ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും 23-ാം തീയതി വരെ സമയമുണ്ട്. ഞങ്ങളുടെ കൃത്യമായ ജനാധിപത്യ രീതിയിൽ തന്നെ ഇലക്ഷനെ ഫേസ് ചെയ്ത് ഞങ്ങൾ വന്നു. 102 സീറ്റുമായി കേരളത്തിലെ ജനത ഞങ്ങൾക്ക് വരാൻ പോകുന്ന 5 വർഷക്കാലം അവരെ നയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഭരണം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യമുണ്ട്. ആ കർത്തവ്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വളരെ നന്നായി നിർവഹിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഞങ്ങളുടെ ഘടകകക്ഷികൾ എല്ലാവരും ചേർന്നിരുന്നുള്ള ടീം UDFന് അറിയാം. ആ ടീം UDFന് അറിയാവുന്നത് ഹൈക്കമാൻഡ് തീരുമാനിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഞങ്ങളുടെ ഘടകകക്ഷി ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചോളാന്നേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. വേറൊരു കാര്യം, കേരളത്തിലെ ജനങ്ങളുടെ അവകാശം അതൊന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് പറയാൻ പറ്റുമോ മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കും? ഇതെല്ലാം എല്ലാ ദിവസവും കേൾക്കുന്നതാണ്. ഈ ബേസിൽ പറഞ്ഞതെല്ലാം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ ഫ്ലോറിൽ ഞാൻ കേട്ട് മടുത്തു. ബേസിൽ മടുത്തു. ബേസിൽ ഓക്കെ, ഇനി അല്ല, ഞാനൊന്ന് ആൻസർ ചെയ്യട്ടെന്നേ. ഞാൻ എന്ത് കേട്ട് മടുത്തുന്ന നിങ്ങൾ പറയുന്നേ? അല്ല, എന്ത് കേട്ട് മടുത്തുന്ന പറയുന്നത്? വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാവുകയാണ് കോൺഗ്രസ്. ഞാൻ പറയട്ടെ ഹൈക്കമാൻഡ് ഞാനൊന്ന് പറഞ്ഞു തീരട്ടെന്നേ. ഇത് നിങ്ങൾ എന്തിനെങ്കിലും ആങ്കറിന് ശുഭിതനായി ഞാൻ പറയുമ്പോൾ ഇടയ്ക്ക് കയറുന്നതിന് ഞാൻ പറഞ്ഞു തീരട്ടെ. അതായത് കേരളത്തിൻ്റെ ജനങ്ങൾ അവകാശങ്ങളെ അല്ലെങ്കിൽ വാളെടുക്കുന്നവരിലും ഹൈക്കമാൻഡാണ്, വാളെടുക്കുന്നവരും വെളിച്ചപ്പാടാവുകയാണ്, ഹൈക്കമാൻഡ് ആവുകയാണെന്നൊക്കെയാണ് നന്ദു പറഞ്ഞത്. നന്ദുവിനോട് കാര്യം പറയാം. BJP ഡൽഹിയിൽ അധികാരത്തിൽ വന്നിട്ട് 50 ദിവസത്തിന് അടുത്ത് രാഹുൽ ഗാന്ധി പറയും പോലെ മണ്ടത്തരം വന്നിരുന്നു ചാനൽ ചർച്ചയിൽ പറയല്ലേ? ബേസിലെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറയും പോലെ മണ്ടത്തരം വന്നത് ഈ ചർച്ചയിൽ പറയരുത്. മര്യാദ വേണം. മണ്ടത്തരം വിളിച്ചു പറയുന്നു. മണ്ടത്തരം ലോക മണ്ടത്തരം വിളിച്ചു പറയും. നിങ്ങൾ ഞാൻ രാഹുൽ ഗാന്ധി മാത്രമേ മണ്ടത്തരം പറയുള്ളതാണ്. ഈ കോൺഗ്രസിനകത്തുള്ള എല്ലാവരും ഇങ്ങനെയാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് മണ്ടത്തരം വിളിച്ചു പറയരുത്. അല്ല, നിങ്ങൾ രാഹുൽ ഗാന്ധി വർത്താനം പറയണ്ട. നന്ദു ഒന്ന് പോയി നരേന്ദ്രമോദിയോട് പറഞ്ഞാൽ മതി. അല്ല, അത് വിവരമില്ലാത്തവരെയൊക്കെ പറഞ്ഞു വിടുമ്പോ അവർ അന്വേഷിച്ചിട്ട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല ഇതേ കാര്യം പറഞ്ഞു, സണ്ണി ജോസഫ് ഇതേ കാര്യം പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു അവതാരകൻ തന്നെ ഇതിനെ പൊളിച്ചടുക്കിയിട്ട് പറഞ്ഞു വിവരമില്ലാത്തവരായി മാറരുത് എന്ന് കോൺഗ്രസിന് അദ്ദേഹം ഉപദേശം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, സണ്ണി ഫണ്ണി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന ഉണ്ട്. നിങ്ങൾ നോക്കി നോക്കൂ. നിങ്ങൾ വല്ലതും വന്ന് വായിൽ വരുന്നതെല്ലാം കോതയ്ക്ക് പാട്ട് പോലെ വന്നിരുന്ന് പറയരുത്. ഇതേ നിലപാടാണ് നിങ്ങളുടെ രാഹുൽ ഗാന്ധി ലോക്സഭയ്ക്കകത്ത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് പല സമയത്ത് പപ്പു എന്ന് വിളിച്ച് പറഞ്ഞു വിടേണ്ടി വരുന്നത്. അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കും കേട്ടോ. രാഹുൽ ഗാന്ധിമാര് വർത്താനം പറയണ്ട. നിങ്ങളുടെ സ്ഥിരം പരിപാടി മണ്ടത്തരം പറഞ്ഞാൽ മണ്ടത്തരമാണെന്ന് പറയും. ഞങ്ങൾ എന്തെങ്കിലും പറയും. സ്ഥിരം പരിപാടി രാഹുൽ ഗാന്ധി ആ തരത്തിലേക്ക് കൊണ്ടുപോകുന്നു. രാഹുൽ ഗാന്ധി അങ്ങനെ വർത്താനം പറയണ്ട. രാഹുലിനെ കേരളത്തിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഫ്ലക്സ് ഉയർന്നിരിക്കുകയാണ്. അപ്പോഴാണ് ബേസിൽ രാഹുൽ സ്നേഹം കാണിക്കുന്നത്. എന്റെ പൊന്ന് സഹോദര, രാഹുലിനും അതുപോലെ കേരളത്തിലോട്ട് കാലുകുത്താൻ പറ്റാത്ത സാഹചര്യമാണ്. രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ KPCC പ്രസിഡന്റ് പ്രകടനം നടത്തി കഴിഞ്ഞാൽ എല്ലാവരും പുറത്താക്കി കളയുന്നു പറഞ്ഞാൽ അന്ന് കേരളത്തിൽ നടന്നില്ലേ? ഈ പാർട്ടിയാണോ കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ പോകുന്ന പാർട്ടി? ഒന്ന് പോ ബേസിലെ. അതൊക്കെ ഭീഷണിയൊക്കെ പേടിക്കുന്ന എടുത്തു ഈ പറ. അതൊക്കെ വേറെ ആൾക്കാരെടുത്തു. ഒരു നിമിഷം അദ്ദേഹം പറയട്ടെ. ഈ പാർട്ടി കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ, പക്ഷേ ഞങ്ങളുടെ ദേശീയ നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ നേതാവ്, നിങ്ങളുടെ ദേശീയ നേതൃത്വത്തിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ ദേശീയ നേതൃത്വത്തിന് വയനാട്ടിൽ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ മുട്ടടിച്ച ദേശീയ നേതൃത്വമാണ് ഞാൻ പറയുന്നത്. വയനാട്ടിൽ രാജീവ് ഭവനില് ഒരു പോസ്റ്റർ ഒട്ടിച്ചപ്പോ മുട്ടടിച്ച രാഹുൽ ഗാന്ധിയുടെയും ഹൈക്കമാൻഡിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. എന്താ മറുപടി പറയാത്ത നിങ്ങൾ? മറുപടി പറ.
ജയിച്ചു കയറാൻ പറ്റില്ല. നിങ്ങൾ ജയിച്ച MLA-മാർക്ക് നിങ്ങളുടെ മുസ്ലിം ലീഗ് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ജയിച്ചു കയറിയ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു കയറിയ കോൺഗ്രസ് MLA-മാർക്ക് തിരിച്ച് വോട്ടർമാരെ കണ്ട് നന്ദി പറയാനുള്ള പ്രകടനം നടത്താൻ പറ്റിയോ? എത്ര പേർക്ക് നടത്താൻ പറ്റി? എത്ര പേര് ക്യാൻസൽ ചെയ്തു? ലിസ്റ്റ് വേണോ ബേസിലിന്? അങ്ങോട്ട് തരാം. അപ്പൊ അതുകൊണ്ട് ബേസിലെ വലിയ ന്യായം ഒന്നും വന്നിരുന്ന് അടിക്കരുതേ. നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷെ മണ്ടത്തരം പറഞ്ഞാൽ, മംഗത്തരം പറഞ്ഞാൽ, രാഹുൽ ഗാന്ധി പറയും പോലെയുള്ള മണ്ടത്തരങ്ങൾ വന്നിരുന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരമാണെന്ന് തന്നെ പറയും. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ബേസിൽ പറയട്ടെ. ബേസിൽ പറയൂ. ബേസിൽ അല്ല, ഇനി ഞാൻ ആൻസർ ചെയ്തോട്ടെ. അല്ല, എന്റെ പോയിന്റ് നന്ദുവിന് ആദ്യം പറയൂ. നന്ദു നിർത്തി. താങ്കൾ പറ. ഓക്കെ, രാഹുൽ ഗാന്ധിയുടെ മുട്ടടിച്ചല്ലോ എന്ന് പറയാം. ഞാനൊരു കാര്യം പറയട്ടെ. രാഹുൽ ഗാന്ധിയുടെ മുട്ടടിച്ചു എന്നാണ് നന്ദു പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ മുട്ട നടിച്ചിട്ടൊന്നുമില്ല. രാഹുൽ ഗാന്ധിയുടെ മുട്ടടിച്ചില്ല എന്ന് പോയി നോക്കി നന്ദു എന്ന് പറയട്ടെ. ഞാൻ രാഹുൽ ഗാന്ധിയുടെ മുട്ടടിക്കില്ല. നന്ദു ഈ ഇന്ത്യയുടെ മണ്ണിലെ തന്റെ പിതാവിനെ നഷ്ടപ്പെട്ട്, തന്റെ ഈ പറയുന്ന പിതാവിന്റെ അമ്മയെ നഷ്ടപ്പെട്ട് ഈ രാജ്യത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിയുടെ മുട്ടടിച്ചു പോയി നരേന്ദ്രമോദിയുടെ അതേ രാഹുൽ ഗാന്ധിയല്ലേ ഇവിടെ വന്ന വയനാട്ടിൽ വന്നപ്പോ എന്റെ പുറകിൽ ലീഗിന്റെ പതാക പിടിക്കരുതെന്ന് പറഞ്ഞ് ആ പതാക പിടിച്ചു വാങ്ങിച്ചത് അതേ രാഹുൽ ഗാന്ധി തന്നെയല്ലേ? ആ മുട്ടടിക്കാത്ത രാഹുൽ ഗാന്ധി അല്ലേ? ഒന്ന് പോമാഷേ, വേറെ ബുദ്ധിയുള്ളവരെടുത്ത് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാനുള്ളൊരു ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത്. അതിലേക്ക് പോവാതെ കം ടു ദ പോയിന്റ്. രാഹുൽ താങ്കൾ വാഴ്ത്തി പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. ഇവിടെയല്ല വേണ്ടത്, ഈ സമയത്തല്ല. അതൊക്കെ നമുക്കാവാം. എപ്പോ മുഖ്യമന്ത്രിയെ തരും അത് പറ. എപ്പോ മുഖ്യമന്ത്രി വരും കേരളത്തിൽ അത് പറ. അതിനൊരു ഉത്തരം പറ. അതിൽ ആവേശം കാണിക്ക്. മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിൽ ആവേശം കാണിക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. പറയൂ. ഇടയ്ക്ക് കയറരുത്. ഞാൻ പറഞ്ഞോട്ടെ. ഇതാണ് ഇനി ഞാൻ പറഞ്ഞോട്ടെ. എന്റെ ഇടയ്ക്ക് കയറരുത്. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ എപ്പോൾ മുഖ്യമന്ത്രിയെ തരും, എന്താണ് കാര്യങ്ങളൊക്കെ ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നു. ഓക്കെ, എന്തിൻ്റെ മെറിറ്റിലായിരുന്നു ആദ്യം സുരേഷ് ഗോപിയെ ഈ പറയുന്ന കേന്ദ്രമന്ത്രിയാക്കിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തിൻ്റെ മെറിറ്റിലായിരുന്നു ആദ്യം രാജീവ് ചന്ദ്രശേഖരനെ ഈ പറയുന്ന കേന്ദ്രമന്ത്രി ആക്കിയെന്ന് നമുക്കറിയാം. 2, കേരളത്തിൻ്റെ മണ്ണിൽ ഇതുവരെ ഒരു പ്രതിപക്ഷ നേതാവിനെയോ ഉപപ്രതിപക്ഷ നേതാവിനോ വേണ്ടിയിട്ട് ഇവിടെ അടി നടക്കുകയാണ്. ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടോ? പിന്നെ ക്യാപ്റ്റൻ ഈസ് എറൈസിങ്, ക്യാപ്റ്റൻ ഈസ് കമ്മിങ് എന്ന് പറഞ്ഞ് രണ്ടാമത്തെ, അതായത് തുടർഭരണം വന്നപ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വേണ്ടി 18 ദിവസം കഴിഞ്ഞിട്ടാണ് മന്ത്രിസഭ വന്നത്. ആരുടെ? CPM-ന്റെ മൊത്തമുള്ള മന്ത്രിസഭ വന്നത് 18 ദിവസം കഴിഞ്ഞിട്ട്. ഇന്ന് 10 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. 11ാമത്തെ ദിവസമാണ്. ഈ 11 ദിവസമായപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ കൂടിച്ചേർന്ന് ഇത്രയും വലിയ പുറാട്ട് നാടകം നടത്തുമ്പോൾ ഈ കോൺഗ്രസിന്റെ അകത്ത് ഹൈക്കമാൻഡ്, അതുപോലെ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, അതുപോലെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ, ഈ പറയുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ, വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ, ഇവർക്ക് ആർക്കുമില്ലാത്ത പ്രശ്നം മാധ്യമ സൃഷ്ടിയോട് ഉണ്ടാക്കുന്ന ഈ പ്രശ്നം. ഞാൻ പറഞ്ഞു, തുടർ ഭരണം വന്നപ്പോൾ പോലും 18 ദിവസം എടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ക്യാപ്റ്റൻ ഈസ് റൈസിംഗ് വലിയ ക്യാമ്പയിൻ നടത്തി 18 ദിവസം എടുത്തു അവർ മന്ത്രിസഭ പൂർത്തിയാക്കി. അപ്പൊ ഇതുപോലെ തന്നെ കേരളത്തിന്റെ മണ്ണിൽ ഞങ്ങൾക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്നിരുന്ന, ഞങ്ങളുടെ MLA-മാർ ചേർന്നിരുന്ന, ഞങ്ങളുടെ ഹൈക്കമാൻഡ് കൂടി എല്ലാ തരത്തിലുമുള്ള എല്ലാവരുടെയും അഭിപ്രായം തേടിക്കൊണ്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചോളാം. ഞങ്ങളാണല്ലോ കേരളം ഭരിക്കുന്നത്, ഞങ്ങൾ പ്രഖ്യാപിച്ചോളാം. വി ആർ കോൺഫിഡന്റ്, ഞങ്ങൾ പ്രഖ്യാപിച്ചോളാം. നിങ്ങൾ എന്തിനാണ് ഇതിന് വ്യാഖ്യാനാവുന്നത്? ഞങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ദിവസമുണ്ടല്ലോ. ഇനിയും ഈ പറയുന്ന 23-ാം തീയതി ഞങ്ങൾക്ക് സമയമുണ്ട്. ഞങ്ങൾ പ്രഖ്യാപിച്ചോളാം. നിങ്ങൾ എന്തിനാ ഇത്ര തലവേദന പിടിക്കുന്നേ? നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ബേസിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. കേരളത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്കറിയാനുള്ള ആഗ്രഹമുണ്ട്. എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നറിയാനുള്ള ആഗ്രഹം. അനിൽ നമ്പ്യാരുടെ ആകാംക്ഷ പറ. അനിൽ നമ്പ്യാരുടെ ആഗ്രഹം, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് അറിയാനുള്ള അനിൽ നമ്പ്യാരുടെ ആഗ്രഹം കൃത്യമായിട്ട് ഞാൻ വകവെച്ചിരിക്കുന്നു. അനിൽ നമ്പ്യാരുടെ ആഗ്രഹം വരാൻ പോകുന്ന 2-3 ദിവസത്തിനുള്ളിൽ, അതായത് നാളെ പ്രഖ്യാപിക്കുമെന്നാണ് ഇന്ന് പറഞ്ഞതെങ്കിൽ നാളെ തന്നെ പ്രഖ്യാപിക്കും എന്ന് നിങ്ങൾ നാളെ ഇരുന്ന് പറയും. ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾക്ക് 23-ാം തീയതി വരെ ദിവസമുണ്ട്. ഞാനിത് പറയട്ടെ, ഞാൻ പറയട്ടെ 23-ാം തീയതി വരെ ഞങ്ങൾക്ക് സമയമുണ്ടല്ലോ.
ഇനി നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളിപ്പോൾ ഈ പറയുന്ന പോലെ ഈ പറയുന്ന CPM-ന്റെ പ്രതിപക്ഷ നേതാവ് ആരാണ്, ഉപപ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ള കാര്യം അറിയാവോ? അനിൽ നമ്പ്യാർക്ക് അറിയില്ലല്ലോ. അനിൽ നമ്പ്യാർ അതിലും കൂടെ കുറച്ചൊന്ന് എന്ത് ചെയ്യുക, കൺസേൺ ആവുന്നു. CPM ആരെയാണ് പ്രതിപക്ഷ നേതാവാക്കാൻ പോകുന്നത്, CPM ആരെയാണ് ഉപപ്രതിപക്ഷ നേതാവാക്കാൻ പോകുന്നത് എന്ന് കൂടെ ഒന്ന് കൺസേൺ ആകുന്നത് നന്നായിരിക്കും. പ്രതിപക്ഷ നേതാവ് ആരുമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഉപനേതാവ് ആരുമായിക്കൊള്ളട്ടെ, അതൊന്നും എന്നെ ബോധർ ചെയ്യുന്ന വിഷയമല്ല. പക്ഷേ മുഖ്യമന്ത്രി, എനിക്കൊരു മുഖ്യമന്ത്രി വേണം. എനിക്ക് മുഖ്യമന്ത്രിയെ കണ്ട് ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ഉണർത്തിക്കാനുണ്ട്. ബേസിൽ കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി അതൊക്കെ ഉണർത്തിക്കാൻ എനിക്കൊരു മുഖ്യമന്ത്രിയെ അടിയന്തരമായി കാണേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് കാണാൻ പറ്റും. ബേസിൽ ഓക്കെ, അനിൽ നമ്പ്യാറിന് ഒരു മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹമുണ്ട് എന്താണ് അനിൽ നമ്പ്യാർ പറഞ്ഞത്, അല്ലേ? അതെ, അനിൽ നമ്പ്യാർ മുഖ്യമന്ത്രിയെ കാണാൻ ഏക്കിംഗ് ഫോർ എ ചീഫ് മിനിസ്റ്റർ, അങ്ങനെയാണ്, വേദനിക്കുകയാണ് ഞാൻ. ഓക്കെ, then the answer is ഒരിക്കലും കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ആയിരിക്കില്ല അനിൽ നമ്പ്യാറിന് കാണാൻ പോകുന്നത്. ഒരിക്കലും നിങ്ങൾ സെൽഫി എടുക്കാൻ ചെല്ലുമ്പോൾ കൈതട്ടി മാറ്റുന്ന ഒരു മുഖ്യമന്ത്രി ആയിരിക്കില്ല അനിൽ നമ്പ്യാർ കാണാൻ പോകുന്നത്. കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആർക്കും അപ്രോച്ചബിൾ അല്ലാത്തൊരു മുഖ്യമന്ത്രി ആയിരിക്കില്ല അനിൽ നമ്പ്യാർ കാണാൻ പോകുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, അനിൽ നമ്പ്യാർ ഞാനൊന്ന് പറയട്ടെ അനിൽ നമ്പ്യാർ എന്തിനാ ഇങ്ങനെ ഇടയ്ക്ക് കയറുന്നത്, സാധാരണക്കാരെ തോളോട് ചേർന്ന് പിടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ആയിരിക്കും അനിൽ നമ്പ്യാർ കാണാൻ പോകുന്നത്. ബേസിലിന് പോലും വിശ്വാസമില്ല നാളെ നടക്കുമെന്ന്. വീണ്ടും ചോദിക്കുന്ന അയാളെ ബുദ്ധിമുട്ട്. ഞാൻ എ സജീവനിലേക്ക് പോവുകയാണ്. ശ്രീ എ സജീവന് നോക്കൂ, കോൺഗ്രസ് 18 ദിവസം എടുത്തല്ലോ ഈ പറയുന്ന CPM രണ്ടാമത്തെ മന്ത്രിസഭ ഉണ്ടാക്കാൻ. നിങ്ങൾ എന്താ അതിന് കൺസേൺ ആവാത്തത്?